ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ മൂകാംബികയെ പോയതിൻ്റെ ഡേ 1 വീഡിയോ. ഞങ്ങൾ മെയ് 22-ാം തീയതി രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുറാം എക്സ്പ്രസ്സിനായിരുന്നു പോയത്. ഏകദേശം 12 മണിക്കൂറോളമായിരുന്നു ട്രെയിൻ യാത്ര. ഇത് ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതുപോലൊക്കെ തന്നെ ഞങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം കണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് എയർപോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു വിമാനം ഇത്ര അടുത്തായിട്ട് കണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകുന്നതിനിടയിലായിരുന്നു ഒരു മ്യൂസിക് കേട്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു അങ്കിളും ഒരു ആൻറ്റിയും കൂടെ ഹാർമോണിയം വായിച്ചിട്ട് പാട്ട് പാടുമായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്ന് ഇഡലി സാമ്പാർ ചമ്മന്തിയാണ് ഞങ്ങൾ രാവിലെ കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ വെജ് ബിരിയാണി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു ഇതുപോലെ ഒത്തിരി ക്രെയിനൊക്കെ കണ്ടത്. അയ്യപ്പൻ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത ക്രെയിനും അവിടെ ഗ്രൗണ്ടിലായിട്ട് കണ്ടായിരുന്നു. പിന്നെ ഷൊർണൂർ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ബോറടിച്ചുകൊണ്ട് പിന്നെ എണീച്ച് ഞങ്ങൾ ഡോറിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒത്തിരി പുഴകൾ കണ്ടായിരുന്നു. നല്ല ഒഴുക്കുള്ള പുഴകളും പിന്നെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞ് പറ്റിയ പുഴകളൊക്കെ കണ്ടായിരുന്നു. ഈ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചു ഈ ഒരു ട്രെയിൻ യാത്ര. കാരണം ഞങ്ങൾ ഇടുക്കിയിൽ റെയിൽവേ പാളം ഇല്ലെന്നറിയാം, എന്നാൽ ഞങ്ങൾ ഇടുക്കിയിൽ അല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും പോയി. പിന്നെ ഞങ്ങൾ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്യാനൊക്കെ കൊണ്ടു തുടങ്ങി. നല്ല ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. പിന്നെ കോഴിക്കോട് 1 മണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ കാറ്റിൻ്റെ മഴയുടെ ആ ഒരു ശക്തി ഒന്നും നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല കാറ്റും മഴയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കണ്ണൂരിലെത്തി. ഈ കണ്ണൂരൊക്കെ കഴിഞ്ഞ് വീണ്ടും മഴ കൂടുകയായിരുന്നു ചെയ്തത്. ഈ കാസർഗോഡൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ഇതുകൊണ്ട് ഭയങ്കര ഇടിയും ഒക്കെ ലൈറ്റ് ഇട്ട മാതിരിയായിരുന്നു കൊല്ലിയാനൊക്കെ വെട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിലെ ആൾക്കാരൊക്കെ പോയി. അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് അയ്യപ്പൻ ആ സീറ്റെല്ലാം കിടന്നു. പിന്നെ ഞങ്ങൾ മംഗളൂരിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വട്ടമേ എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിലേ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി. അപ്പോൾ ഞങ്ങൾ വീണ്ടും എസ്കലേറ്ററിലൊക്കെ കയറി ഈ പ്രാവശ്യം. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് രാത്രിയിൽ കൊല്ലൂരിലോട്ട് നേരിട്ട് ബസ്സിൽ. അപ്പം അതുകൊണ്ട് ഓട്ടോക്കാരൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. അപ്പം ആദ്യം അവരൊരു ലോഡ്ജിൽ കൊണ്ടുപോയി, പക്ഷേ അവിടെ റൂം ഇല്ലാത്തതുകൊണ്ട് വേറൊരു ലോഡ്ജ് മെഗാ റെസ്റ്റോറൻറ്റിലായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഗോതമ്പ് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. എന്നിട്ട് എല്ലാവരും ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.